ഹായ് എവരിവൺ, ഞങ്ങളിപ്പോൾ ഉള്ളത് പട്ടായിലെ എലഫന്റ് വില്ലേജിലാണ്. എടാ ബാക്കി പേപ്പർ പാരടയില്ല അരണേ തായ്ലൻഡിലെ പട്ടായിൽ എത്തിയതിനു ശേഷമുള്ള സെക്കൻഡ് ഡേയിലെ ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പ് ഈ ഒരു എലഫന്റ് വില്ലേജിലേക്കായിരുന്നു. ട്രാവൽ ഏജൻസി ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തന്ന ഗൈഡ് വഴി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഈ ഒരു എലഫന്റ് വില്ലേജ് എന്ന ഒരു എലഫന്റ് ജംഗിൾ സാങ്ച്വറിയുടെ എൻട്രൻസിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഈ ഒരു എൻട്രൻസിലായിട്ട് ഇങ്ങനെ ബാസ്ക്കറ്റിൽ ബനാനസ് ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഇവിടെയുള്ള എലഫൻസിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോങ്ചോങ് കഫേ, മിനി സൂ, എലഫന്റ് ഷോ, അതുപോലെ എലഫന്റ് റൈഡ്, പിന്നെ ചില പർട്ടിക്കുലർ ഡേയ്സിൽ ഒക്കേഷണലായിട്ട് ഇവർ കണ്ടക്ട് ചെയ്യാറുള്ള സ്പെഷ്യൽ തായ്ലൻഡ് ഷോ, ഇതൊക്കെയാണ് അപ്പോൾ ഈ ഒരു എലഫന്റ് വില്ലേജിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ നമ്മുടെ ആദ്യത്തെ പരിപാടി നമ്മൾ തുടങ്ങുന്നത് ഈ ഒരു മിനി സൂവിൽ നിന്നാണ്. മിനി സൂവിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. അപ്പോൾ നമ്മൾ ആദ്യമായി അവിടെ കണ്ടത് ഈ ഒരു റാക്കൂണിനെയാണ്. ഗാർഡിയൻ ഓഫ് ദ ഗാലക്സി സീരീസിൽ കൂടെ ഒരുപാട് ഫാൻസ് ഉണ്ടാക്കിയ റോക്കറ്റ് റാക്കൂണിൻ്റെ ആ ഒരു ഇനത്തിൽപ്പെട്ട മറ്റൊരു റാക്കൂണിനെയാണ് നമ്മളിവിടെ കണ്ടത്. പിന്നെ അതേപോലെ ചില സിനിമകളിലും കാർട്ടൂൺസിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് സ്പെഷ്യൽ ക്രീച്ചേഴ്സിനെ നമ്മളിവിടെ കണ്ടു. ഒരു ജംഗലിനുള്ളിലാണ് ഇവർ ഈ ഒരു മിനി സൂ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് തന്നെ ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു കിഡിലൻ ആംബിയൻസ് ആയിരുന്നു മൊത്തം. ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട അണ്ണാനെ കണ്ടു. പിന്നെ കുറുക്കൻ്റെയൊക്കെ ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ക്രീച്ചറാണിത്. വേഴാമ്പലുണ്ടായിരുന്നു, ഒട്ടകപ്പക്ഷി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ മിനി സൂവിലെ കാഴ്ചകളെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിലൂടെ എലഫന്റ് ഷോ, അതായത് എലഫന്റ് റൈഡും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മാനുണ്ട്, ഇവിടെ ഒരു ആട്ടിൻകുട്ടി ഉണ്ട്. ചെമ്മരിയാടാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ആട്, മാന്, അതിൻ്റെയൊക്കെ സെക്ഷനാണ്. ഇത് ചെമ്മരിയാടാണ്. ഹായ് ഹായ്, ചെമ്മരിയാടാണ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. അതെന്തൊരു ചെറിയൊരു സാധനം കിടന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനാകുമ്പോഴേക്കാണോ? സൂവിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോൾ തൊപ്പി വെച്ച് കഴുത്തിലൂടെ ഒരു ഷോൾ ഇട്ട ഒരു ചേട്ടൻ ഞങ്ങളെ മാടി വിളിക്കുന്നത് കണ്ടത്. ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴാണ് കഴുത്തിലൂടെ ഇട്ടത് ഷോളല്ല, ഒരു പാമ്പാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. പാമ്പിനെ കണ്ടതും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായ 2 പാമ്പുകൾ, ക്ഷമിക്കണം 2 ആളുകൾ പാമ്പിനെ കഴുത്തിലിട്ടാനും ചുംബിക്കാനും തുടങ്ങി. പാമ്പിനെ കഴുത്തിലിട്ട് കെട്ടിപ്പുണർന്നും ചുംബിച്ചും സിദ്ദിഖ് ചേട്ടനും അരുണും കാണിച്ചു കൂട്ടിയ സാഹസിക രംഗങ്ങൾ എന്നെ തീർത്തും അമ്പരപ്പെടുത്തി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്രയും ധൈര്യമുള്ളവർ ഉണ്ടെന്നത് ഞങ്ങൾക്ക് തീർത്തും അഭിമാന നിമിഷമായിരുന്നു. ഇത് കണ്ട് ടോണിച്ചേട്ടനും അശ്വിനും ചാടി വീണു. ഒരു പൂമാല ഏറ്റുവാങ്ങുന്ന ലാഘവത്തോടെ പാമ്പിനെ സധൈര്യം കഴുത്തിലേറ്റുവാങ്ങി ടോണിച്ചേട്ടനും എന്നെ ഞെട്ടിച്ചു. എന്നാൽ പാമ്പിനെ ഏറ്റുവാങ്ങാൻ അദ്ദേഹം കാണിച്ചു കൂട്ടിയ ധൈര്യം പിന്നീട് അദ്ദേഹത്തിൽ കണ്ടില്ല. ഉത്തര സ്വയംവരം കഥകളിൽ പോലും കണ്ടിട്ടില്ലാത്തത്ര എക്സ്പ്രഷൻ ആയിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ മുഖത്ത് മിന്നിമാഞ്ഞത്. ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വന്ന എന്റെ ദേഹത്തേക്കും ആ കാലമാടൻ പാമ്പിനെ എടുത്തിട്ടോ.
പാമ്പിനെ എടുത്ത് എന്റെ കഴുത്തിലിട്ടങ്ങിയപ്പോൾ എന്റെ സ്ഥിതിയും മറിച്ചല്ലായിരുന്നു. ടോണിച്ചേട്ടന്റെ മുഖത്ത് വന്ന അതേ ഭാവവ്യത്യാസങ്ങൾ എന്റെ മുഖത്തും വന്നു തുടങ്ങി. പാമ്പിന്റെ വാല് കഴുത്തിൽ ചുറ്റി ശ്വാസം മുട്ടാൻ തുടങ്ങിയിട്ടും ഞാൻ ആ കാര്യം എത്ര വിളിച്ചു പറഞ്ഞിട്ടും ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. പാമ്പിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട ഞങ്ങൾ നേരെ ചെന്നെത്തിയത് ഒരു കൊമ്പൻ ആനയുടെ മുമ്പിലേക്കായിരുന്നു. ഒരു ഊഞ്ഞാലിയിലാടുന്ന ലാഘവത്തോടെ ആനയുടെ കൊമ്പിൽ കയറിയിരുന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന സുന്ദരിയായ പെൺകുട്ടിയെ കണ്ട് ഞങ്ങൾ വീണ്ടും അമ്പരന്നു. അപ്പോൾ ഗൈസ്, ആനക്കൊമ്പിൽ ഇരിക്കാനും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട് 100 തായ്ബാത്താണ് ഇവർ ആവശ്യപ്പെടുന്നത്. ആന കൊടുത്താൽ മതി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിത് ആനക്കാണ് കൊടുക്കാൻ പോകുന്നത്. ആനയുടെ തുമ്പിക്കൈയിലേക്ക് നമ്മൾ ഈ കാശ് വെച്ച് കൊടുക്കാൻ പോകണം. അപ്പോൾ ഈ ഒരു കൊമ്പൻ അതിൻ്റെ തുമ്പിക്കൈ കൊണ്ടിട്ട് നമ്മുടെ നിന്ന് കാശ് മേടിച്ചിട്ട് ആ മുകളിലിരിക്കുന്ന പുള്ളിക്ക് കൊടുക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കണം. അത്രയും ട്രെയിൻഡാണ് ഇവിടുത്തെ എലഫൻസ് ഒക്കെ. മുള കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കസേരയില്ലേ, ആ ഒരു കസേരയിലേക്ക് ഇരിക്കുന്നൊരു ഫീലായിരുന്നു ഈ ഒരു ആനക്കൊമ്പിൽ ഇരുന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. ഇങ്ങനെ ആനക്കൊമ്പിൽ കയറി ഇരിക്കാനും അത് ഫോട്ടോ ആയിട്ട് പകർത്താനും വീഡിയോ ആയിട്ട് എടുക്കാനൊന്നും നമ്മുടെ ഇന്ത്യയിലൊന്നും ഒരിക്കലും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമാണ് നമുക്കിവിടെ തായ്ലൻഡ് വന്നു കഴിഞ്ഞാൽ ടൂറിസത്തിൻ്റെ പേരിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും ഈ തായ്ലൻഡിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ള ഒരു ബിംബമായിട്ടൊക്കെയാണ് തായ്ലൻഡ് ആനനെ കാണുന്നത്. നമുക്ക് തായ്ലൻഡ് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു സിമ്പിൾ ആനയുടെ ആയിരിക്കും. അങ്ങനെ ഞാനും എൻ്റെ കൂടെ ഉണ്ടായ ബാക്കിയുള്ള എല്ലാവരും കൂടി വന്നിട്ട് ഇതേപോലെ ആനക്കൊമ്പിലിരുന്ന് ഇരിക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങി. പിന്നെ നമ്മൾക്ക് ഇവിടെ തന്നെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. അപ്പോൾ അവർ ഇടയ്ക്ക് നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന ക്യാഷ് ചിലപ്പോൾ 100 ബാത്തായിരിക്കും, 300 ബാത്തായിരിക്കും. ആ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫോട്ടോ അവർ ഫ്രെയിം ചെയ്ത് തരും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നേരെ പോയത് മോങ്ചോങ് കഫേയിലേക്കാണ്. അപ്പോൾ ഈ ഒരു കഫേയിൽ നമ്മൾക്ക് നമ്മുടെ പാക്കേജിൽ ഒരു ഡ്രിങ്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓഫർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കഫേയുടെ ഉള്ളിലുള്ള ആ ഒരു ആംബിയൻസും സെറ്റപ്പൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇവിടെ ഡ്രിങ്ക്സ് ആയിട്ട് മൊഹിറ്റോസൊക്കെ പോലത്തെ ഒരു ഡ്രിങ്ക്സും പിന്നെ അല്ലാതെ ജ്യൂസസ് വരുന്നുണ്ട്. പിന്നെ കരിക്കിൻ്റെ ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം കൊണ്ടിട്ടും നല്ല ഒരു വൈബ് ഏരിയ ആയിട്ടുള്ള ഒരു കഫേ ആയിട്ട് തോന്നി. അങ്ങനെ ആ കഫേയിൽ നിന്ന് ഞങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ തായ്ലൻഡ് സ്പെഷ്യൽ ഷോ അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ കൂട്ടിലായിട്ട് കുറേ ചെറിയ ചെറിയ ആനിമൽസൊക്കെ ഉണ്ട്. റാബിറ്റ് പിന്നെ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ആനിമൽസ് അതിലുണ്ടായിരുന്നു. പിന്നെ മക്കാവ് പാരറ്റൊക്കെ ഉണ്ട്. അതിനഴിച്ചിട്ടിരിക്കുകയാണ്, കൂട്ടിലൊന്നും ഇട്ടിട്ടില്ല. വീക്കെൻഡിലും പിന്നെ അതല്ലാതെയുള്ള ചില പർട്ടിക്കുലർ ഡേയ്സിലൊക്കെയാണ് ഈ ഒരു തായ്ലൻഡ് സ്പെഷ്യൽ ഷോ ഇവർ കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ഷോയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഷോ ഇരുന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഗാലറി പോലെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോവാണ്. നേരത്തെ ആ ഒരു മോങ്ചോങ് കഫേന്ന് മേടിച്ച ആ ഒരു ഡ്രിങ്ക് ഇവിടെ നിന്ന് കുടിച്ചുകൊണ്ടിട്ട് ഞങ്ങൾ ഇവിടുത്തെ മറ്റ് ടൂറിസ്റ്റുകാരോട് കൂടിയിരുന്ന് ഈ ഒരു സ്പെഷ്യൽ തായ്ലൻഡ് ഷോ ഞങ്ങൾ ആസ്വദിക്കുകയാണ്.
ഒരു ഗാലറിയുടെ പുറകിലായിട്ട് ഒരുപാട് മത്സ്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ ലേക്ക് ഉണ്ട്. ഷോ കുറച്ച് ലാഗ് അടിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾ പതിയെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ഈ ലേക്കിൻ്റെ അടുത്ത് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ഇഗ്വാന ഉണ്ടായിരുന്നു. അതിനെ കെട്ടിയിട്ടൊന്നുമില്ല, കൂടൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ഷോ നിർത്തുന്നിട്ട് കൂടെ നിന്ന് ചാടിപ്പോയതാണെന്ന് അറിയില്ല. നമ്മുടെ കേരളത്തിലേക്ക് ഇതേപോലെ ഫോറിനേഴ്സൊക്കെ വന്നിട്ട് നമ്മുടെ കഥകളിയും ഓട്ടംതുള്ളിലും അങ്ങനെയുള്ള കൾച്ചറൽ ആർട്ട് ഫോംസൊക്കെ അവർ ആസ്വദിക്കുന്ന പോലെ തന്നെ ഇവരുടെ ചില കൾച്ചറലായിട്ടുള്ള ഷോസാണ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ആസ്വദിക്കുന്നത്. ഞങ്ങളുടെ കൂടെ ഇപ്പുറത്ത് വേറെയും ഫോറിനേഴ്സ് ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ ആ ഒരു ഷോ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി എലഫൻറ്റ് ഷോയും എലഫൻറ്റ് റൈഡൊക്കെ എൻജോയ് ചെയ്യാനാണ്. ആക്ച്വലി ഈ ഒരു സ്പോട്ടിലെ ഞങ്ങളുടെ ലാസ്റ്റ് പ്രോഗ്രാമാണ് ഈ ഒരു എലഫൻറ്റ് റൈഡ്. ഈ ഒരു എലഫൻറ്റ് സാങ്ച്വറിക്ക് ചുറ്റുമായിട്ട് കരയിലൂടെയും വെള്ളത്തിലൂടെയും ആനപ്പുറത്ത് ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കിടിലൻ ഒരു റൈഡ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു എലഫൻറ്റ് സഫാരി നമുക്ക് സമ്മാനിക്കുന്നത്. എലഫൻറ്റ് സഫാരിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോക്കൺ കിട്ടിയിരിക്കുന്നത് 22 ആണ്. 24 വിളിക്കുന്ന സമയമാകുമ്പോൾ ആന ഇവിടെ വരും. അപ്പോൾ 2 പേര് വെച്ചിട്ടാണ് ഒരു ആനപ്പുറത്ത് കയറുന്നത്. നമ്മളിപ്പോൾ മൊത്തം 9 പേരുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ടോക്കൺ എത്തി. അപ്പോൾ ഞങ്ങൾ ഈ 2 പേര് വെച്ചിട്ട് ആനപ്പുറത്ത് കയറി ആ ഒരു എലഫൻറ്റ് സഫാരി എൻജോയ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് ആനപ്പുറത്ത് കയറിയേക്കാണ്. ടൈം ഞാൻ ആദ്യമായിട്ടാണോ? ഇതിനുമ്പ് കയറിയിട്ടുണ്ടോ? ഇതിനും ആദ്യമായിട്ടാണ്. അപ്പൊ ആനനെ അവർ കുളിപ്പിക്കുകയാണ്. ഇപ്പോൾ എലഫൻറ്റ് സഫാരിയിലാണ്. ആനപ്പുറത്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല ഫീലാണ്. പറയുമ്പോൾ കേരളത്തിൻ്റെ ദേശീയ മൃഗമാണ് ആന. ആ ഒരു കേരളത്തിൽ ജനിച്ചു വളർന്നിട്ട് ഇന്നേ ഒരു ആനനെ തൊടാനോ ആനപ്പുറത്ത് കയറി ഇരിക്കാനോ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് പിടിച്ച് തായ്ലൻഡ് വരേണ്ടി വന്നു. നമ്മൾ ആനക്കൂടി വെള്ളത്തിലിറങ്ങാൻ പോവാണ്. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കഴിച്ച കഫേയിലാണ്, കഫേയുടെ സൈഡിലാണ് അപ്പോൾ ഈ ഒരു ലേക്ക് വരുന്നത്. ലേക്കിലൂടെ ആനനെ ഇറക്കുകയാണ്. വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ഈ ഒരു സ്പോട്ട് വേണമെങ്കിൽ ഈ ആനകളുടെ ഒക്കെ ഫീഡിങ് സെക്ഷനായിട്ട് പറയാം. കാരണം ഈ ഒരു ഗാലറിയിൽ നിന്നിട്ട് അവിടെയുള്ള ടൂറിസ്റ്റുകാരൊക്കെ ഈ ആനക്ക് ഫീഡ് ചെയ്യും. അത് വാട്ടർ മെലനായിട്ടും ബനാന അങ്ങനെ ഫ്രൂട്ട്സും മറ്റ് ഐറ്റംസൊക്കെ ഈ ഒരു സെക്ഷനിൽ ഇരുന്ന് ഇവർക്ക് ആനകൾക്ക് കൊടുത്ത് ഫീഡ് ചെയ്യാം. സത്യം പറഞ്ഞാൽ എന്തൊരു കിടിലൻ ടൂറിസ്റ്റ് പ്ലാനാണിത്. ഈ ഒരു ടൂറിസ്റ്റ് പാക്കേജിലൂടെ ഇവരെന്തുമാത്രം ടൂറിസ്റ്റുകാരെ അട്രാക്ട് ചെയ്ത് ഫോറിനേഴ്സിനൊക്കെ ഇങ്ങോട്ട് എത്തിച്ച് ഒരുപാട് റവന്യൂ ഇവരുണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടിട്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ഈ വക പരിപാടികളൊന്നും ചെയ്യാത്തത്? അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് പട്ടായയിലെ എലഫന്റ് വില്ലേജിലെ വിശേഷങ്ങൾ. തായ്ലൻഡിലെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബൈ ഫ്രം ഗ്ലാഡ്വിൻ.